ഹലോ ഗൈസ്, നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു മുറുക്കുണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി, നൈസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ തിളച്ച വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ തിളക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കുഴക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പൊടി ഇടുന്നുണ്ട്. ആദ്യം അരിപ്പൊടി ഇട്ട് കൊടുക്കുക, നൈസ് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് നൈസ് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ജീരകവും എള്ളും വേണം ഇതിന് വേണ്ടിയിട്ട്. കുറച്ച് തരിതരിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചേ ഇടുന്നുള്ളൂ, അധികമൊന്നും ഇടുന്നില്ല പുട്ടിൻ്റെ പൊടി. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ എള്ളിട്ട് കൊടുക്കട്ടെ. എള്ളെടുത്തിട്ടുണ്ട്, എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടി നമുക്ക് ഒരുമിച്ചിട്ട് കുഴച്ചാൽ മതിയല്ലപ്പം. വെള്ളമെടുത്ത് ഇനി കുറച്ച് ജീരകവും കൂടി എടുക്കട്ടെ. ജീരകമൊന്നും കുറച്ചേ എടുക്കുന്നുള്ളൂ, ജീരകം അധികമൊന്നും എടുക്കുന്നില്ല. ജീരകത്തിൻ്റെ കൈ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാകും. പക്ഷെ ചിലവർക്ക് ജീരകം ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അധികം ഇഷ്ടമല്ല, ചെറിയ അതൊന്ന് നല്ലോണം ഒന്ന് തിരുമ്മിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചേ ഇടുന്നുള്ളൂ. അപ്പോൾ എൻ്റെ വെള്ളം തിളച്ച് ഞാൻ ഓഫാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ ഈ വെള്ളത്തിൻ്റെ അകത്ത്. സ്പൂൺ എടുത്തിട്ട് ഇളക്കട്ടെ. പതക്കുന്ന ഇപ്പോൾ കയ്യിനെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ സ്പൂണിനെ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ലാസ്റ്റ് കുഴച്ചിട്ട് എടുക്കാം. ലാസ്റ്റ് തണിഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ട് നല്ല വൃത്തിയിലൊന്ന് അടിപൊളിയായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെയാണ് ചെയ്യുന്നത്. വേഗം കഴിയുന്ന പരിപാടിയാണ്. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ചായക്ക് ഒരു കടിക്ക് ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാവരും പെട്ടെന്നായി, ഒന്നും ചെയ്യണ്ട. ഇനി വേറെ അരിമുറുക്കാകുമ്പോൾ നല്ല ഇതാണ് ടേസ്റ്റും കൂടും. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക, ലേശം, ഒരുപാട് വേണ്ട, കുറച്ച്. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഞാൻ ഉപ്പെല്ലാം ഇതിന് വെള്ളത്തിൽ തന്നെ ഇട്ടിന്. അപ്പം അതുകൊണ്ട് ഉപ്പെല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ ഈ തണിഞ്ഞതിന് ശേഷം ഞാനെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒന്നിത് ആറട്ടെ ഗൈസ്, അറിയതിൻ്റെ ശേഷം കാണാം. ഗൈസ് ഒന്ന് തണിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് കുഴക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ വലത്തെ കൈ, ഇതാണ് എൻ്റെ ഇടത്തെ കൈ. ഈ ഇടത്തെ കൈക്ക് നഖമുണ്ട്, വലത്തെ കൈക്ക് നഖമില്ല. എല്ലാവരും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായി, നിങ്ങളെന്താ ഇടത്തെ കൈ കൊണ്ട് കുഴക്കുന്നത്, വലത്തെ കൈ കൊണ്ട് കുഴക്കണോ? എനിക്ക് ഇടത്തെ കൈ കൊണ്ട് കുഴക്കാൻ അറിയില്ല, വലത്തെ കൈ കൊണ്ട് മാത്രമേ ഞാൻ കുഴക്കാറുള്ളൂ. ഇതാണ് എൻ്റെ വലത്തെ കൈ. വീഡിയോയിൽ അങ്ങനെ കാണുന്നതാണ് ഗൈസ്. അതിന് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ എൻ്റെ വലത്തെ കൈ തന്നെയാണ് ഉപയോഗിച്ചിട്ട് പാചകങ്ങളെല്ലാം ചെയ്യുന്നത്, ഇടമേം കൈയല്ല. അപ്പോൾ ഇതൊന്ന് മയപ്പെടുത്താൻ ഞാനൊന്ന് വെളിച്ചെണ്ണ എൻ്റെ കയ്യിൽ തടവിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് കുഴച്ച് കണ്ടീഷനാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കമൻറ്റ് വന്നു അങ്ങനെ. അതാണ് ഞാനിപ്പോൾ അത് എടുത്തു പറയാൻ കാരണം. ഇടത്തെ കൈ കൊണ്ട് മാവ് കുഴക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് എനിക്ക് വന്നായിരുന്നു. നിങ്ങളാരെങ്കിലും കണ്ടോയെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു കമൻറ്റ് വന്നായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വലത്ത് കൈ കൊണ്ടാണ് കുഴക്കുന്നത്. ഇടത്തെ കൈ കൊണ്ട് ഞാൻ ഈ പാത്രം ഇങ്ങനെ പിടിച്ചിട്ടാണുള്ളത്. ഇതാണ് എൻ്റെ ഇടത്തെ കൈ, ഇതെൻ്റെ വലത്തെ കൈ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മാവ് കുഴക്കുന്നത്. അത് ചിലപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ ആരും. ഇടത്തെ കൈ കൊണ്ട് ചെയ്യുന്നവരുണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ വലത്തെ കൈ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇടത്തെ കൈ കൊണ്ട് ചെയ്യാൻ എനിക്ക് വലിയ വശമില്ല. അതാണ് ഞാനിത് എടുത്തു പറയുന്നത്. അതുകൊണ്ട് വിചാരിക്കണ്ട
എന്താ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് മുറുക്കിൻ്റെ അച്ചാണിത്. ഇതാ ഇതിനെ കൊണ്ടാണ് ഞാനതാക്കുന്നത്. ഇതാ അപ്പോൾ ഇതിലേക്ക് ഇതിടുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയിട്ടുണ്ട്. ചെറിയ തോതിലൊന്ന് വെളിച്ചെണ്ണ തടവി വെച്ചിട്ടുണ്ട് ഞാൻ. വെളിച്ചെണ്ണ തടവി വെച്ച് എന്നിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. എല്ലാവരും ഒന്ന് വെളിച്ചെണ്ണ തടവി ഒന്ന് നല്ല മയം വരാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് ഗൈസ്. മാവിനൊന്ന് മയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടല്ലോ, മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ആക്കുന്നില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്കാണ് ഞാനിത് ആക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഒന്നാക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിന്യൂന്ന് വിചാരിക്കുന്നു. ഇതാ കണ്ടല്ലോ, ഇതേപോലെ ഞാൻ എല്ലാം ആക്കിയിട്ട് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. ഇതാ ഒന്ന് ഞാൻ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഞാൻ എല്ലാം ആക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം ആക്കിയതിൻ്റെ ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ ഇത്രയാണ് ഇതാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് അതെല്ലാം ചുട്ടെടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടി പാൻ അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇതാ പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ചുട്ടെടുക്കാം ഗൈസ്. അപ്പം ഞാനിതാ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ആക്കിയെടുക്കാം. കരയണ്ട, ആയിട്ട് ഞാൻ തരും കേട്ടോ. കരഞ്ഞോണ്ടിരിക്കണ്ട, എനിക്കറിയാലോ തരണം. പിന്നെ എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നു വാവേ? ഇപ്പം എൻ്റെ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു മുറുക്കെടുത്തിട്ട് അതിലേക്ക് ഇടുന്നുണ്ട് ഗൈസ്. ഇതേ മുറുക്കെടുത്ത് വെളിച്ചെണ്ണയിൽ ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എത്ര എണ്ണം ഇടാൻ പറ്റും നോക്കാലോ നമുക്ക്. ഒരേ ടൈമിൽ 2-3 എണ്ണം ഇടാമല്ലോ. 2 എണ്ണം ഇട്ടു. ചെറുത് നോക്കിയിട്ടിടാം, അപ്പോൾ വേഗത്തിലായിക്കോളുമല്ലോ. ഓക്കെ, അപ്പോൾ അതങ്ങനെ അവിടെ നാവട്ടെ. എല്ലാവരും വേറെ വേറെ ആക്കിയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ആവട്ടെ. ആവുന്നതിനിടെ നമുക്ക് മറിച്ചിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല ഗൈസ്. ആയതിൻ്റെ ശേഷമേ മറിച്ചിട്ടാൽ ശരിയാവും. ഒന്ന് പാകം വരണം. അപ്പോൾ ഒരു ഭാഗമായി നമുക്കൊന്ന് തിരിച്ചിടാം. ഞാൻ മുളകൊന്നും ചേർത്തിട്ടില്ല ഇനി എരിവിനുള്ള. അതെല്ലാം എരിവുള്ള മുറുക്ക വേണമെങ്കിൽ അതങ്ങനെ ചെയ്യാം. നമുക്കിപ്പോൾ എരിവൊന്നും ഇല്ലാത്ത ടൈപ്പ് മുറുക്കാന്ന് വേണ്ടതുള്ളതുകൊണ്ട് ഞാൻ എരിവൊന്നും ഇല്ലാണ്ടാണ് ഗൈസ് ആക്കിയത്. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കാം. അതുപോലെ കളറിന് ഞാൻ മഞ്ഞളൊന്നും ചേർത്തിട്ടൊന്നുമില്ല. ശരിക്കും ഒറിജിനലായിട്ടുള്ള ഇതായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് മൂത്താലുള്ള കളറിലാണ് ഉണ്ടാവുക. വേറെ ഒന്നും ഒരു കളറും ഇതിൽ ചേർത്തിട്ടില്ല. നമ്മളെങ്ങനെയാണോ ഒറിജിനലായിട്ട് ആക്കുന്നത് അതേപോലെ കളറുകളൊന്നും ചേർക്കാണ്ടാക്കിയതാണ്.
കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിനൊരു കളർ വരും. ഞാൻ പിന്നെ അതിനൊന്നും വന്നിട്ടില്ല, കളറിനൊന്നും വന്നിട്ടില്ല. ശരിക്കാവുന്നതാവട്ടെ. അരിമുറുക്ക് ഒറിജിനലായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പം നല്ല കറമുറയായിട്ട് അങ്ങായിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായില്ലേ. ഏകദേശം കളർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിട്ടാകുമ്പോൾ നമുക്ക് വാങ്ങാം. അപ്പോൾ ഇതായി കരിയുന്നതിനടക്ക് ഞാൻ വാങ്ങുന്നുണ്ട് മുറുക്ക്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ മുറുക്കെല്ലാം അടിപൊളിയായിട്ട് തന്നെ ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പം ഞാനെല്ലാം ചുട്ടി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് എൻ്റെ അരിമുറുക്ക്, നാടൻ അരിമുറുക്ക് ചുട്ടത് എല്ലാം ഇവിടെ റെഡിയായി. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കട്ടെ. അപ്പം നമുക്കിതെല്ലാം വാങ്ങാം. എന്നിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാൻ എത്രയാ ചുട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കി. അപ്പം ഇതാ ഗൈസ് എൻ്റെ മുറുക്കെല്ലാം ഇവിടെ റെഡിയായിരിക്കുകയാണ്. കണ്ടല്ലോ. ഇത്രയും മുറുക്കുകളാണ് ഞാൻ ചുട്ട് വെച്ചിട്ടുള്ളത്. നല്ല അടിപൊളി മുറുക്കാണ്, ചൂടായിട്ട് തൊടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാ ഇത്രയും മുറുക്കുകൾ ഞാൻ ചുട്ടു. ആ അരിപ്പൊടി എടുത്തിട്ടില്ലേ, അതിന് ഇത്രയാണ് എനിക്ക് മുറുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും എൻ്റെ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം, മറന്നു പോകരുത്. ഓക്കെ, ബൈ.